ഹായ്, എൻ്റെ പേര് മായാറാണി എന്നാണ്. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ സുവോളജി അധ്യാപികയാണ്. ഇന്ന് ഞാൻ കുഞ്ഞു മക്കളോട് കുറച്ച് കാര്യം പറയാൻ വന്നതാണ് കേട്ടോ. കുഞ്ഞു മക്കളെന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ എൻട്രൻസ് എന്ന് കേൾക്കുന്നതും എന്തിനാണ് പരീക്ഷാ പരിശീലനം എന്ന് ആഗ്രഹിക്കുന്നതും സ്വാഭാവികമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഏറെക്കുറെ തന്നെ ഒരു പരിശീലനത്തിൻ്റെ ആവശ്യകതയും എന്തിനാണ് കുഞ്ഞിനെ ആ വഴിയിലൂടെ വിടേണ്ടതെന്ന ചിന്തയും ആദ്യമേ തന്നെ ഉണ്ടായിരിക്കാം. എങ്കിലും എനിക്ക് തോന്നി കൃത്യമായ ഒരു അവബോധം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന്. നമുക്കറിയാം, ഇന്ന് മെഡിക്കലും എൻജിനീയറിങ്ങും മാത്രമല്ല, ഏതൊരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ബിരുദ പഠനമായാലും ബിരുദാനന്തര പഠനമായാലും അതുപോലെ തന്നെ മെഡിക്കൽ എൻജിനീയറിംഗ് അങ്ങനെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് പ്രൊഫഷൻ ആയാലും ആ പ്രൊഫഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇന്നൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ കടന്നേ പറ്റും. ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഒരു കൃത്യമായ സ്റ്റഡി പാറ്റേണിലൂടെ ഒരുപാട് കണ്ടന്റുകൾ, കുറേ അധികം സബ്ജക്റ്റുകൾ ഒരുമിച്ച് പഠിച്ച് ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയാണ് ക്വാളിഫയിങ് എക്സാമിനേഷനുകൾ പലതും. അപ്പോൾ കുട്ടിക്ക് +1 അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു സ്ട്രീമിലേക്ക് വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ളത് വളരെ ചെറിയ പ്രായത്തിലെ തന്നെ അവൻ്റെ ബേസ് കൃത്യമാക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ബിൽഡിംഗ് വെക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് എത്ര നിലകൾ വേണമെങ്കിലും കെട്ടിപ്പൊക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻ വീക്കാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ കാര്യമില്ല. ഇവിടെയും ഞാനൊരു ഫൗണ്ടേഷനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് ഫൗണ്ടേഷൻ ആണെന്നറിയാമോ? നമ്മുടെ ക്ലാസ്സുകൾക്ക്, നമ്മുടെ പ്രവേശന പരീക്ഷകൾക്കുള്ള ഒരു ഫൗണ്ടേഷൻ. കുഞ്ഞുങ്ങൾ 6ാം ക്ലാസ്സിലായാലും 7ാം ക്ലാസ്സിലായാലും 8ാം ക്ലാസ്സിലായാലും അവർ പോകുന്ന വഴികളിൽ അവർ പഠിക്കുന്ന ടോപ്പിക്കിനോടൊപ്പം ഒരു ഒബ്ജക്റ്റീവ് പരീക്ഷയെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്നും അതിനുവേണ്ടി എന്തെല്ലാം കൃത്യതയാർന്ന പഠന രീതിയാണ് അവർ കൊണ്ടുപോകേണ്ടതെന്നും കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിനാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് ബ്രില്യനിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാനസിക സമ്മർദ്ദമോ അവർക്കൊരു ബേർഡനോ ആവാതെ തന്നെ അവരുടെ പഠനത്തോടൊപ്പം ഏറ്റവും ലഘുവായ മോഡ്യൂളുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ഓരോ കുട്ടിയെയും കൃത്യതയോടെ, ചുവടുകൾ തെറ്റാതെ അവനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പഠിച്ചു വന്നാൽ അവൻ 7ഉം 8ഉം 9ഉം ഒക്കെ കഴിഞ്ഞ് 10ഉം 11ഉം 12ഉം ഒക്കെ ആകുമ്പോഴേക്കും അവൻ അത്യാവശ്യം നല്ലൊരു ബേസ് അല്ലെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാകും. പിന്നെ അവന് മെഡിസിന് പോകാൻ ഇഷ്ടമാണെങ്കിൽ അവൻ മെഡിക്കൽ എൻട്രൻസ് എഴുതട്ടെ, എൻജിനീയറിങ്ങിനാണെങ്കിൽ അങ്ങനെ എഴുതട്ടെ, മറ്റേതെങ്കിലും ബിരുദ കോഴ്സുകൾക്കാണ് അവൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ. പക്ഷേ ഏത് കോഴ്സുകളിലേക്ക് എങ്ങനെ പോകണമെങ്കിലും കൃത്യമാർന്ന ശക്തമാർന്ന ഫൗണ്ടേഷൻ അത്യാവശ്യമാണ്. ആ ഫൗണ്ടേഷനാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ നിങ്ങൾക്കായി നൽകുന്നത്. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു മക്കൾക്ക് അവരുടെ പഠനത്തോടൊപ്പം അവരുടെ കളിയോടൊപ്പം തന്നെ അവർക്കൊട്ടും ബേർഡനാകാതെ ചിട്ടയായ മോഡ്യൂളുകൾ, അതിനനുസരിച്ച് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ, അതിനെല്ലാം ഉപരി വർഷക്കണക്കിന് അനുഭവ പരിചയമുള്ള അധ്യാപകർ തയ്യാറാക്കിയ മെറ്റീരിയലുകൾ, ഇതെല്ലാമുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ കുഞ്ഞിനെ ചിട്ടയാർന്ന പഠനത്തിനും കൃത്യമാർന്ന വഴിയിലൂടെയും നടക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ നടന്നാൽ ഫ്യൂച്ചറിൽ അവന് ഒരു പ്രോബ്ലവും ഇല്ലാതെ അവൻ്റെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. ഒരുപക്ഷെ കുറച്ച് രക്ഷിതാക്കളെങ്കിലും ആലോചിക്കുന്നുണ്ടാവും അല്ലേ, ഇത്രയും ചെറുതിലെ എൻ്റെ കുഞ്ഞ് അത്രയും ഒരു ഭാരം താങ്ങാൻ കഴിയുമോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേ മാർഗത്തിലൂടെ കടന്നു വരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോടൊപ്പമാണ്. അവർ കൃത്യതയാർന്ന പഠനത്തിലൂടെ വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഒരു ഫൗണ്ടേഷനും ഇല്ലാതെ, ഒരു ബേസും ഇല്ലാതെ പെട്ടെന്ന് അവൻ ആ ലോകത്തേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ അതാവും അവൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത്. നേരെ മറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, വളരെ കുറച്ച് പതുക്കെ കൊടുത്ത് ആ സ്ട്രീമിലേക്ക് അവനെ കൊണ്ടുവന്നാൽ അവിടെ എത്തുമ്പോഴേക്കും അവൻ അത് ക്യാച്ച് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാകും. അല്ലാതെ +2 ആകുമ്പോൾ അല്ലെങ്കിൽ +1 ആകുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറഞ്ഞാൽ പല കുട്ടികൾക്കും അത് ആസ് എ ഹോൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ ഒരു ചെറിയ പ്രായത്തിലെ നമ്മൾ ഒരു ചെടിയെ നട്ട് നനച്ച് വളർത്തുമ്പോൾ ഏറ്റവും ചെറുപ്രായത്തിലെ തൊട്ട് അവന് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് പരീക്ഷയായാലും എന്താണോ നിങ്ങളുടെ കുഞ്ഞാകേണ്ടത്, ഒരുപക്ഷെ ഇതൊന്നും തീരുമാനിച്ചില്ലെങ്കിൽ കൂടി അവന്
ചിട്ടയാറുന്ന വീതിയിലൂടെ നടക്കാൻ, നാളെ അവൻ്റെ ഫ്യൂച്ചറിൽ അവൻ എന്താകണമെന്ന് ആഗ്രഹിച്ചാലും അത് അവനെ ലക്ഷ്യം കണ്ട് നീങ്ങാൻ ഇന്നേ തുടങ്ങുന്ന ഒരു പഠനം, ഇന്നേ തുടങ്ങുന്ന ഒരു മാർഗദർശനം വളരെ അത്യാവശ്യമാണ്. അതിനാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഞങ്ങളുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനി നോക്കൂ, +1 അല്ലെങ്കിൽ +2 എത്തുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ഹൈ ലെവൽ ഫിസിക്സ്, ഹൈ ലെവൽ കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, അങ്ങനെ പല സബ്ജക്റ്റുകളിലേക്കും പെട്ടെന്നൊരു എക്സ്പോഷർ വരും. നിങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്ന് എക്സ്പോസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. നേരെ മറിച്ച് ഞങ്ങളുടെ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ ചേരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ചെറിയ ക്ലാസ് മുതൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി അത് പ്രത്യേകം തിരിച്ചില്ലെങ്കിൽ കൂടി കുട്ടികളെ കൃത്യമായി ആ വഴിക്ക് എത്തുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ക്രമീകരണം, അതുപോലെ തന്നെ കോൺസെപ്റ്റ് അനാലിസിസ്, ഇതെല്ലാം എൻട്രൻസിൻ്റെ പാറ്റേണിൽ തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ് മുതൽ തന്നെ കൊടുത്തു തുടങ്ങുന്നത്. ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ അത്രയും ചെറിയ കോഴ്സുകൾ കിട്ടി വരുന്ന ഒരു കുട്ടിക്ക് അവൻ +1 അല്ലെങ്കിൽ +2 എടുക്കുമ്പോൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ചോ ആ സബ്ജക്റ്റിൻ്റെ കോണ്ടന്റിനെ കുറിച്ചോ കോൺസെപ്റ്റിനെ കുറിച്ചോ ഒരു സംശയവും ഉണ്ടാവുകയില്ല തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ +1 ആൻഡ് +2 ഒക്കെ എത്തുമ്പോൾ സുവോളജിയുടെ കാര്യം, ഞാനൊരു സുവോളജി ടീച്ചർ ആയതുകൊണ്ട് അത് കൃത്യമായിട്ട് പറയാം. നമുക്ക് ഫിസിയോളജി, നമ്മുടെ സിസ്റ്റത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സുവോളജിയിൽ. അതുപോലെ ബയോടെക്നോളജി, ജെനറ്റിക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കാണുന്നതിനേക്കാൾ നിങ്ങൾ 6th 7th ഒക്കെ പഠിക്കുമ്പോൾ നോർമലി നമ്മുടെ സ്കൂൾ സിലബസിൽ അത്രയും ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് കുറവാണ്. കാരണം സ്കൂളിൽ എപ്പോഴും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിന് തയ്യാറെടുക്കുന്ന രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും മാറി ബയോടെക്നോളജി, ജെനറ്റിക്സ് അല്ലെങ്കിൽ ഫിസിയോളജി അങ്ങനെ ഒരു ചാപ്റ്റർ വരുമ്പോൾ ഓരോ ചാപ്റ്ററിനെയും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. വളരെ ചെറുതിലേ തന്നെ ഫൗണ്ടേഷനൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 6ാം ക്ലാസ് മുതൽ തന്നെ നമ്മുടെ ഓരോ സിസ്റ്റവും നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ 6ാം ക്ലാസ്സിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചു, 7ലും നിങ്ങൾ ഒന്നുകൂടെ പഠിക്കുകയാണ്, കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുന്നു. 8th ആകുമ്പോൾ കുറച്ചുകൂടെ കോണ്ടന്റുകൾ പഠിക്കുന്നു. 9th ആകുമ്പോഴേക്കും നിങ്ങൾ പെർഫെക്റ്റ് ലെവലിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ പഠിച്ചു പോകുന്ന ഒരു കുട്ടി ഏകദേശം 10th ആകുന്നതിന് മുൻപ് തന്നെ 11th ആൻഡ് 12th എന്തൊക്കെ ചാപ്റ്റേഴ്സ്, എന്തൊക്കെ കോണ്ടന്റ് ആണോ പഠിക്കുന്നത് അത് ഓവറോൾ അവൻ്റെ മനസ്സിലുണ്ടാകും. പിന്നെ അവന് 11th 12th വളരെ സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് എൻട്രൻസ് എഴുതുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു റിപ്പീറ്റിൻ്റെ പോലും ആവശ്യമില്ലാതെ ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടി അവർക്ക് ആവശ്യമുള്ള സ്വപ്നത്തിലേക്ക് പോകാൻ അത് സഹായിക്കും. സോ നിങ്ങൾ ഏത് കോഴ്സ് ആഗ്രഹിക്കുന്നവരുമാകട്ടെ, നിങ്ങളുടെ സ്വപ്നം എന്തുമാകട്ടെ, നിങ്ങൾ എന്തായി തീരണമെങ്കിലോ എങ്ങനെയായി തീരണമെങ്കിലോ നിങ്ങൾക്ക് കൃത്യമാർന്ന മാർഗനിർദ്ദേശവും ചിട്ടയാർന്ന വഴിയും സെലക്ട് ചെയ്യുക ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നല്ലൊരു ഫൗണ്ടേഷൻ തുടങ്ങുകയല്ലേ. നല്ല ഫൗണ്ടേഷനിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫൗണ്ടേഷൻ വീക്കായാൽ ഫ്യൂച്ചറിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ നിങ്ങൾ ജീവിതത്തിലേക്ക് നല്ലൊരു ഫൗണ്ടേഷനുമായി തുടക്കം കുറിക്കുകയല്ലേ. നമുക്ക് കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.